വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് സെക്രട്ടേറിയറ്റ് OA എക്സാം ആയിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ രചിച്ചതാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഘടനാക്രമത്തിൽ എഴുതുക. ആദ്യം നടന്ന സംഭവം ഏതാണ്? നോക്കി, സി ആണ് ആൻസർ വരുന്നത് കേട്ടോ. 2, 2, 1, 3, 4 എന്ന് പറയുന്നതാണ് ശരിയായ ആൻസർ വരുന്നത്. കുളച്ചിൽ യുദ്ധം എന്നായിരുന്നു? 1741 കുളച്ചിൽ യുദ്ധം. 1741. ആറ്റിങ്ങൽ കലാപം 1721 ആറ്റിങ്ങൽ കലാപം 1721. ശ്രീരംഗപട്ടണം സന്ധി എന്നാണ്? 1792 ശ്രീരംഗപട്ടണം സന്ധി എന്നാണ് 1792. കുണ്ടറ വിളംബരം 1809 കുണ്ടറ വിളംബരം വരുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് ഏതാണ്? 1721 ആറ്റിങ്ങലാണ് അല്ലേ. ആറ്റിങ്ങൽ കലാപമാണ് ആദ്യം വരുന്നത്. നെക്സ്റ്റ് 1741 കുളച്ചിൽ യുദ്ധം വരുന്നു. മൂന്നാമതായിട്ട് 1792 ശ്രീരംഗപട്ടണം സന്ധി. നാലാമതായിട്ട് ഏതാ വരുന്നത്? കുണ്ടറ വിളംബരം അല്ലേ. നാലാമതായിട്ട് കുണ്ടറ വിളംബരം 1809. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ഒന്നാം ലോകയുദ്ധം ഏതാണ്? ത്രികക്ഷി സംഘം. ത്രികക്ഷി സൗഹാർദ്ദമാണ് ഒന്നാം ലോകയുദ്ധവുമായി ബന്ധപ്പെട്ടത്. ഇനി രണ്ടാം ലോകയുദ്ധം എന്താണ്? അച്ചുതണ്ട് ശക്തികൾ, സഖ്യശക്തികൾ. ഹിറ്റ്ലർ എന്ന് പറയുന്നത് എന്താണ്? ഹിറ്റ്ലർ എന്ന് പറയുന്നത് ഏതാണ്? തവിട്ട് കുപ്പായക്കാരാണ് ഹിറ്റ്ലർ. ബെനിറ്റോ മുസോളിനി ഏത് വിഭാഗത്തിൽ വരുന്നു? കരിയും കുപ്പായക്കാരാണ് അല്ലേ. കരിയും കുപ്പായക്കാരാണ്. ആൻസർ വരുന്നത് എ ആണ്. എ ഓപ്ഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും തന്നിട്ടുണ്ട്. മിറാദുൽ അക്ബർ ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടേതാണ്. മിറാദുൽ അക്ബർ ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടേതാണ്. ഇനി കേസരി മറാത്ത ബാലഗംഗാധർ തിലകിൻ്റെയാണ്. കേസരി മറാത്ത ബാലഗംഗാധർ തിലക്. കോമൺവെൽത്ത് ആരുടേതാണ്? മിസ്സിസ് ആനി ബസന്റിൻ്റെയാണ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. യങ് ഇന്ത്യ ആരുടേതാണ്? മഹാത്മാഗാന്ധിയുടേതാണ് യങ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ബി ആണ്. ബി ഓപ്ഷനാണ്. 1, 4, 2, 1, 3, 2, 4, 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ച ആരാണ്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആരാണ് രൂപീകരിച്ചത്? ഭഗത് സിംഗ് ആണ് രൂപീകരിച്ചത്. ഇനി ഗദ്ദാർ പാർട്ടി ആരുടേതാണ്? ലാലാ ഹർദയാലിനെയാണ്. ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാലിൻ്റെതാണ്. ഇന്ത്യൻ നാഷണൽ ആർമി ആരുടേതാണ്? റേഷ് ബിഹാരി ബോസിൻ്റെതാണ് ഇന്ത്യൻ നാഷണൽ ആർമി. ഫോർവേഡ് ബ്ലോക്ക് ആരുടേതാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ് ഫോർവേഡ് ബ്ലോക്ക്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഡി ഓപ്ഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ്? ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ്? നിർമ്മലാ സീതാരാമൻ അല്ലേ. നിർമ്മലാ സീതാരാമനാണ് തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ്? നിർമ്മലാ സീതാരാമനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദം ഏതാണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ നിന്നും വീശുന്ന പ്രാദേശികവാദം ഏതാണ്? മാംഗോ ഷവർ. നെക്സ്റ്റ്, ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനം സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്നറിയപ്പെടുന്നു. പെരിഹീലിയൻ ദിനം എന്നാണ്? ജനുവരി 3 പെരിഹീലിയൻ ദിനം എന്നാണ് ജനുവരി 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന സി ആണ് ആൻസർ വരുന്നത്. ഉഷ്ണകാലത്ത് തെക്ക് നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു എന്ന് പറയുന്നതാണ് ശരിയല്ലാത്ത പ്രസ്താവന.
ഉഷ്ണകാലത്ത് എവിടെ നിന്നാണ്? വടക്ക് നിന്ന് വീശുന്ന ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നതാണ് ഇന്ത്യയുടെ കാലാവസ്ഥ ജനജീവിതം എന്നിവയെ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതെന്താണ്? വടക്ക് നിന്നാണ് വീശുന്ന വരണ്ട കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഏതാണ്? തെക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നതാണ്. അപ്പോൾ അതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതുവിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതുവിഭവ കലവറയാണ്. ശരിയാണല്ലോ. ധാരാളം ലോഹ ധാതുക്കൾ സമൃദ്ധമാണ്. അതും ശരിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയെ വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം, മധ്യമേഖല തുടങ്ങി വിവിധ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതും ശരിയാണ്. എക്കൽ വിഷറികളാൽ സമ്പന്നമാണിവിടം എന്ന് പറയുന്നതാണ് തെറ്റായ ആൻസർ വരുന്നത്. നമുക്ക് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ഡി ആണ്. ഡി ഓപ്ഷനാണ് തെറ്റായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ എന്നറിയപ്പെടുന്ന ഏതാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ എന്നറിയപ്പെടുന്ന ഏതാണ്? NW3 ആണ് അല്ലേ? NW3 ആണ് കൊല്ലം ടു കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്. മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? MT വാസുദേവൻ നായർ. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലേ? 10ാം പഞ്ചവത്സര പദ്ധതിയാണ് കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്നത്. വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള നയം ഏതാണ്? സർക്കാരിൻ്റെ പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള നയം ഏതാണ്? ഉദാരവൽക്കരണം. നെക്സ്റ്റ്. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ്? ദാദാഭായ് നെഹ്റുജിയാണ്. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ്? ദാദാഭായ് നെഹ്റുജിയാണ്. നെക്സ്റ്റ്. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം ഏതാണ്? ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം ഏതാണ്? നീതി ആയോഗാണ്. നെക്സ്റ്റ്. ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നതാണ്? ഹോട്ടൽ വ്യവസായം ഏത് സാമ്പത്തിക മേഖലയിൽ വരുന്നതാണ്? തൃതീയ മേഖലയിൽ വരുന്നതാണ്. നെക്സ്റ്റ്. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല് എന്ന് പറയുന്നത്. ശരിയാണല്ലോ. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. ശരിയാണല്ലോ. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് നെല്ല് കൃഷി ചെയ്യുന്നത്. ഒരു ഖാരിഫ് വിളയാണെന്ന് പറയുന്നുണ്ട്. അതും ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയാണ്. ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതാണ്? ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക ഉൽപ്പാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. ശരിയാണല്ലോ. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക ഉൽപ്പാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുണ്ടായിരുന്നു. ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമാണല്ലോ അത്. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുണ്ടായിരുന്നു. നേട്ടങ്ങളാണല്ലേ പറയുന്നതൊക്കെ. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചെന്ന് പറയുന്നുണ്ട്. അതും ശരിയാണ്. നമ്മൾ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നില്ലേ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായി പഠിച്ചു പോയാൽ മതിയായിരുന്നു അല്ലേ? ഇനി 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചെന്ന് പറയുന്നുണ്ട്. തെറ്റാണല്ലോ. 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ നിന്നാണ് തന്നിരിക്കുന്നത്. 1ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലല്ലേ ഹരിത വിപ്ലവം ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് 1, 2, 3 ശരിയാണ്. 4 തെറ്റാണെന്ന് പറയുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഇതാണ്. 86ാം ഭേദഗതിയിലൂടെയാണ്. 2002 86ാം ഭേദഗതിയിലൂടെയാണ്. നെക്സ്റ്റ്. 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? ഭരണഘടനയുടെ കരട് രേഖ 1928 നിർമ്മിച്ചത്. ആരുടെ നേതൃത്വത്തിലാണ്? ആരുടെയാണ്? മോത്തിലാൽ നെഹ്റു.
നെക്സ്റ്റ്, ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏതാണ്? ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത്, ഭരണഘടനയിൽ ഏതൊക്കെയുണ്ട്? രാഷ്ട്രത്തലവൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, രാഷ്ട്രത്തിൻ്റെ പേര് പറയുന്നുണ്ട്, നിയമനിർമ്മാണ സഭയുടെ പേര് പറയുന്നുണ്ട്. എന്നാൽ എന്താണ്, രാഷ്ട്രത്തലവൻ്റെ പേര് ഭരണഘടനയിൽ പറയുന്നില്ല അല്ലേ? അതാണ് ഇവിടെ ആൻസർ വരുന്നത്. ബി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 40 ആണ് അല്ലേ? 40 ആണ്. നെക്സ്റ്റ്, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ലോർഡ് റിപ്പൺ ആണല്ലേ? റിപ്പൺ പ്രഭുവാണ് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ലോർഡ് റിപ്പൺ പ്രഭുവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡിലാണ് ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. ആദ്യമായിട്ട് നിലവിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോവയാണ്. എന്നാൽ നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഉത്തരാഖണ്ഡാണ്. നെക്സ്റ്റ്, മൂന്നാം മോദി ഗവൺമെൻറ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏതാണ്? മൂന്നാം മോദി ഗവൺമെൻറ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏതാണ്? പാർലമെൻ്ററി കാര്യസമിതിയിലാണ് പ്രധാനമന്ത്രി അംഗമല്ലാത്തത്. 8 കമ്മിറ്റികളാണുള്ളത്. അതിൽ 6 കമ്മിറ്റിയിലാണ് എന്താണുള്ളത്? പ്രധാനമന്ത്രി അംഗമായിട്ടുള്ളത്. ഒരു അക്കോമഡേഷൻ കമ്മിറ്റിയും അതുപോലെ തന്നെ പാർലമെൻ്ററി കാര്യസമിതി എന്ന് പറയുന്ന കമ്മിറ്റിയിലുമാണ് എന്തില്ലാത്തത്? പ്രധാനമന്ത്രി അംഗമല്ലാത്തത്. തദ്ദേശ ഗവൺമെൻറ്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ശരിയാണല്ലോ. തദ്ദേശ ഗവൺമെൻറ്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് തദ്ദേശ ഗവൺമെൻറ് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതെന്ന് പറയുന്നത് തെറ്റാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൻ്റെ ചുമതലകളിലൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. തദ്ദേശ ഗവൺമെൻറ് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നില്ല അല്ലേ? നെക്സ്റ്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. ശരിയാണ്. 1, 3 ആണ് ഇവിടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. ശരിയാണ്. 5 വർഷമാണ് കമ്മീഷൻ്റെ കാലാവധി വരുന്നത്. അതും ശരിയാണ്. സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നുണ്ട്. അതും ശരിയാണ്. അപ്പോൾ 3 ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ വരുന്നത്. 1, 2, 3 ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? കൃഷിയും പോലീസും സംസ്ഥാന ലിസ്റ്റിലാണ് വരുന്നത്. അതുപോലെ ജയിലും തദ്ദേശ ഗവൺമെൻറ്റും സംസ്ഥാന ലിസ്റ്റിലാണ് വരുന്നത്. വിദ്യാഭ്യാസവും ഇതിലാണ് വരുന്നത്. കൺകറൻറ്റ് ലിസ്റ്റിലാണ് അല്ലേ? കൺകറൻറ്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസവും വരുന്നത്. അവിടെ ശരിയായിട്ടുള്ളത് ഓൺലി 1, 2 ആണ്. 1, 2 ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. നെക്സ്റ്റ്, സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? പി സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ. ശരിയാണ്. വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്തെ പട്ടത്താണ്. അതും ശരിയാണ്. വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. അതും ശരിയാണ്. അപ്പോൾ 3 ശരിയാണ് വരുന്നത്. പി സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ. വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ്. വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. നെക്സ്റ്റ്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? പാർലമെൻ്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ്. ശരിയാണല്ലോ. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫയേഴ്സ് ആണ് പറയുന്നത്. പാർലമെൻ്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ്. പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിവീഷ് ആണ്. ശരിയാണ്. പ്രതിപക്ഷ നേതാവ് ഇതിലൊരു അംഗമാണെന്ന് പറയുന്നുണ്ട്. തെറ്റാണ് വരുന്നത്. ശരിയായ ആൻസർ 1, 2 ആണ്. എ ആണ് ഓപ്ഷൻ വരുന്നത് കേട്ടോ. നെക്സ്റ്റ്, കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാറാണ്. ശരിയാണ്. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ശ്രീ മനോജ് കുമാറാണ്. ബാലാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എറണാകുളമാണെന്നാണ് തന്നിരിക്കുന്നത്. തെറ്റാണ്. സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണമെന്ന് കമ്മീഷൻ അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ 1, 3 ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാമദാർ ആണ്. ശരിയാണല്ലോ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്
ജസ്റ്റിസ് നിതിൻ ജാമദാറാണ്. ഹൈക്കോടതി ആസ്ഥാനം എറണാകുളമാണ്. തിരുവനന്തപുരത്ത് ഒരു ഹൈക്കോടതി ബെഞ്ച് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈക്കോടതി ബെഞ്ച് വരുന്നുണ്ട്, പക്ഷെ ഇത് നിലവിലായിട്ടില്ല, പ്രവർത്തിക്കുന്നില്ല ഇപ്പോൾ. അത് കാരണം അവിടെ ആൻസർ വരുന്നത് ഇതാണ്, 1, 2 ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ്, ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? എപ്പിഗ്ലോട്ടിസ് ആണ്. നെക്സ്റ്റ്, ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പ്രമേഹം, ഫാറ്റ് ലിവർ, പക്ഷാഘാതം എന്നിവയൊക്കെ എന്താണ്? ജീവിതശൈലി രോഗങ്ങളാണ്. ഹീമോഫീലിയാണ് ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത്. ശരിയായ ജോഡി കണ്ടെത്തുക. ലെപ്റ്റോസ്പൈറ ക്ഷയം എന്ന് പറയുന്നുണ്ട്. HIV ഡിഫ്തീരിയ, മൈക്കോബാക്ടീരിയ എയ്ഡ്സ് എന്ന് പറയുന്നുണ്ട്. ഇതിൽ ശരിയായ ആൻസർ വരുന്ന ഇതാണ്, ഫൈലേറിയൻ വിര മന്ത് എന്ന് പറയുന്നതാണ്. ശരിയായ ആൻസർ വരുന്ന ഇതാണ്, ഫൈലേറിയൻ വിര മന്ത് എന്നാണ്. നെക്സ്റ്റ്, ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയയിലാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11 ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകുന്നുണ്ട്. ശരിയാണല്ലോ, മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11 ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകുന്നുണ്ട്. ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമസോം നമ്പർ 14 ജീൻ തകരാറ് മൂലം കാണപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ശരിയായ ആൻസർ ഇതാണ്, 1 ശരി 2 തെറ്റെന്നാണ്. നെക്സ്റ്റ്, പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ, വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ്? ഏതൊക്കെയാണ്? ചിന്നത്തവിടൻ, ചെമ്പൻ, വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവയൊക്കെ എന്താണ്? ചിത്രശലഭങ്ങളാണ്. പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ കണ്ടെത്തിയതാണ്, ചിത്രശലഭമാണ്. നെക്സ്റ്റ്, മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ്. ശരിയാണ്, മനുഷ്യരിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്ന പേശി വ്യവസ്ഥയാണ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ് എന്ന് പറയുന്നുണ്ട്. അതും ശരിയാണ് അല്ലേ. പേശിയും അസ്ഥി വ്യവസ്ഥയും കൂടി ചേർന്നാണ് മനുഷ്യരിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത്. നെക്സ്റ്റ്, ശരിയായ ജോഡികൾ കണ്ടെത്തുക. സൂക്രോസ് എന്ന് പറയുന്നത് കരിമ്പാണ്. അറിയാലോ, സൂക്രോസ് എന്ന് പറയുന്നത് കരിമ്പാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ എണ്ണക്കുരുക്കൾ എന്ന് പറയുന്നുണ്ട്, തെറ്റാണ് വരുന്നത്. മാംസ്യം പയറുവർഗ്ഗങ്ങളാണ്. മാംസ്യം എന്താണ്? പയറുവർഗ്ഗങ്ങളിൽ ലഭിക്കുന്നുണ്ട് അല്ലേ, അതും ശരിയാണ്. ധാന്യങ്ങൾ കൊഴുപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ്, തെറ്റാണ്. അപ്പോൾ ശരിയായ ജോഡികൾ ഏതാണ്? 1, 3 ആണ് ശരി വരുന്നത്. സൂക്രോസ്, കരിമ്പ്, മാംസ്യം പയറുവർഗ്ഗങ്ങൾ. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? നീലയാണ്. മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത്. ഇതിൽ നിന്നും രക്ഷ നേടാനാണ് മുങ്ങൽ വിദഗ്ധർ? ഉയർന്ന മർദ്ദത്തിൽ നിന്നും രക്ഷ നേടാനായിട്ടാണ്. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ എന്താണ് വിളിക്കുന്നത്? എന്താ വിളിക്കുക? മിഥ്യാപ്രതിബിംബം എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ്, നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടതാണ്? നാസയുമായി ബന്ധപ്പെട്ടതാണ്. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഏതാണ്? ആരംഭിച്ച രാജ്യം ഏതാണ്? ഏത് രാജ്യമാണ്? ചൈനയാണ്. നെക്സ്റ്റ്, മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? വ്യാപ്തം വർദ്ധിക്കുന്നു. ഓപ്ഷൻ ബി, വ്യാപ്തം വർദ്ധിക്കുന്നു. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? ഇരുമ്പ് തുരുമ്പിക്കുന്നതാണ് രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? ഇരുമ്പ് തുരുമ്പിക്കുന്നു. നെക്സ്റ്റ്, ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവമുള്ളതായി പരിഗണിക്കുന്നത്? ഏത് റേഞ്ചാണ് pH വാല്യൂ? ഏത് റേഞ്ചാണ് ആസിഡ് സ്വഭാവം എന്ന് പറയുന്നത്? pH 0 മുതൽ 7 വരെയാണ് അല്ലേ. pH 0 മുതൽ 7 വരെയാണ് ആസിഡായിട്ട് കണക്കാക്കുന്നത്. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? പെഗ്ഗി വിറ്റ്സൺ ആണ് 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമനാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി.
നെക്സ്റ്റ് രാമായണം ആട്ടക്കഥ രചിച്ചത് ആരാണ്? രാമായണം ആട്ടക്കഥ രചിച്ചത് ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ് രാമായണം ആട്ടക്കഥ രചിച്ചത്. നെക്സ്റ്റ് കേരള നടനം എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കേരള നടനം എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആരാണ്? ഗുരു ഗോപിനാഥ്. ഗുരു ഗോപിനാഥ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ്? പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ്? ആരാണ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ആരാണ്? പി ടി ഉഷയാണ് അല്ലേ? പി ടി ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത്. ഡി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് സ്ത്രീകളുടെ ശബരിമല അറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ആറ്റുകാൽ ക്ഷേത്രം. ആറ്റുകാൽ ക്ഷേത്രം. നെക്സ്റ്റ് ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ആരാണ്? വി സുനിൽകുമാർ ആണ്. വി സുനിൽകുമാർ ആണ് കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. എക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിരൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? കിരൂർ പക്ഷിഗ്രാമം എക്കോ ടൂറിസം പോയിന്റായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നുണ്ട്. അത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലാണ്. നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. പ്ലോട്ടർ എന്ന് പറയുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് തന്നിട്ടുണ്ട്. ശരിയാണ്. പ്ലോട്ടർ ഇൻപുട്ട് ഡിവൈസ് ആണെന്ന് പറയുന്നത് തെറ്റാണ്. ഔട്ട്പുട്ട് ഡിവൈസ് ആണല്ലേ? പ്ലോട്ടർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. റാം വോളറ്റൈൽ മെമ്മറി ആണ്. ശരിയാണ്. റാം വോളറ്റൈൽ മെമ്മറി ആണ്. ഓപ്പൺ ഓഫീസ് ബേസ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്. ഓപ്പൺ ഓഫീസ് ബേസ് എന്ന് പറയുന്നത് ശരിയാണ്. MICR എന്നാണ് ഇൻപുട്ട് ഡിവൈസ് ആണ്. അതും ശരിയാണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണല്ലോ. എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണല്ലേ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്ന് പറയുന്നത്. അത് ശരി വരുന്ന ഇതാണ് 2, 3, 4 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിൽ പുതിയ സ്ലൈഡ് ചേർക്കുന്നതിനുള്ള ഷോർട്ട്കട്ട് കീ എന്ന് പറയുന്നത് Ctrl+M ആണ്. ശരിയാണല്ലോ. പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിൽ പുതിയ സ്ലൈഡ് ചേർക്കുന്നതിനായിട്ട് Ctrl+M അമർത്തിയാൽ മതി. ഓപ്പൺ ഓഫീസ് റൈറ്ററിൽ ഒരു ഡോക്യുമെൻറ്റിൽ ടേബിൾ ചേർക്കാനുള്ള ഓപ്ഷൻ ഇൻസേർട്ട് മെനുവിലാണ് ഇരിക്കുന്നത്. ഓപ്പൺ ഓഫീസ് റൈറ്ററിൽ ഒരു ഡോക്യുമെൻറ്റിൽ ടേബിൾ ചേർക്കാനുള്ള ഓപ്ഷൻ എവിടെയാണ്? ഇൻസേർട്ട് മെനുവിലാണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് വർക്ക്ഷീറ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .ods ആണ്. .ods എന്ന് പറയുന്നതാണ് ഓപ്പൺ ഓഫീസ് കാൽക്ക് വർക്ക്ഷീറ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .ods ആണ്. ശരിയാണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിൽ ആവറേജ് കാണുന്നതിനുള്ള ഫംഗ്ഷനാണ് ആവറേജ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇടുന്നതിൽ ആവറേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ്. അതും ശരിയാണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിലെ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു റേഞ്ചിലെ ബ്ലാങ്ക് ഒഴികെയുള്ള സെല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു റേഞ്ചിലെ ബ്ലാങ്ക് ഒഴികെയുള്ള സെല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 1, 2, 3, 4, 5 ശരിയാണ്. നെക്സ്റ്റ് 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേരെന്താണ്? ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേരെന്താണ്? ഐരാവത് എന്നാണ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണ്? കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണ്? ഇക്യൂബ് എന്നാണ്. നെക്സ്റ്റ് ചേരുംപടി ചേർക്കുക. ക്രാക്കിംഗ് എന്ന് പറയുന്നത് ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുകയാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുക. ഫിഷിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഫിഷിംഗ് എന്ന് പറയുന്നത് അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജ മാർഗ്ഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുക എന്ന് പറയുന്നതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജ മാർഗ്ഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുക. സൈബർ സ്കോട്ടിംഗ് എന്ന് പറയുന്നത് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്നതിനാണ് സൈബർ സ്കോട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി സൈബർ ടെററിസം എന്ന് വെച്ചാൽ ദേശസുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനമാണ്. അപ്പോൾ ആൻസർ വരുന്നത് ബി ആണ്. ബി ഓപ്ഷനാണ്. നെക്സ്റ്റ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്? സുരക്ഷിതത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 2019 പ്രകാരം ഉപഭോക്താവിൻ്റെ അവകാശങ്ങളാണ്. വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം എന്ന് പറയുന്നില്ല, ഈ അവകാശങ്ങളിൽ വരുന്നില്ല. അതാണ് ശരി വരുന്ന ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ഗാർഹിക പീഡനം നടന്നെന്നോ നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത്? ഗാർഹിക പീഡനം നടന്നെന്ന്
നടന്നെന്നോ നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും ആർക്കാണ് പരാതി കൊടുക്കുന്നത്? വിവരം നൽകേണ്ടത് ആർക്കാണ്? പ്രൊട്ടക്ഷൻ ഓഫീസർക്കാണ്. നെക്സ്റ്റ്, കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷന്റെ ഘടന താഴെ പറയുന്നതിൽ ഏതാണ്? ഒരു ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ഉണ്ടായിരിക്കും. 10ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷണറും ഉണ്ടായിരിക്കും. ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷണർമാരാണ് എന്തിലുണ്ടായിരിക്കുക? കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 പോക്സോ ആക്ട് പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതാണ്? ശരി വരുന്നത് സി ആണ്. ഒരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് ശരിയായ ആൻസർ. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ. അപ്പോൾ സി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. നെക്സ്റ്റ്, ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മാധവ് നാഷണൽ പാർക്ക് 58ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ്. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. 2015 ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ്? ദാരിദ്ര്യമില്ല, ലിംഗസമത്വം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നതാണ് 2015 ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ വരുന്നത്. നെക്സ്റ്റ്, 71ന്റെ ആൻസർ വരുന്നത് 27 ആണ്. മാത്സ് ആണ്. 71ന്റെ ആൻസർ വരുന്നത് സി ആണ്. 72ന്റെ ആൻസർ ഡി ആണ് വരുന്നത്. 73ന്റെ ആൻസർ വരുന്നത് 2500 ആണ്. 74ന്റെ ആൻസർ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തെറ്റാണ്. സമഭുജ ത്രികോണത്തിൻ്റെ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് സമഭുജ സാമാന്ത്രികമാണെന്നുണ്ടെങ്കിൽ 24 സെൻറ്റിമീറ്റർ ആയിരുന്നു. അപ്പോൾ നമുക്കത് നോക്കാം. നെക്സ്റ്റ്, 75ന്റെ ആൻസർ വരുന്നത് ഡി ആണ്. 25/18. 76ന്റെ ആൻസർ വരുന്നത് ബി ആണ്. 128. 77ന്റെ ആൻസർ സി ആണ്. 97. 78ന്റെ ആൻസർ സി ആണ്. ചാപം. 79ന്റെ ആൻസർ അർദ്ധഗോളം എന്ന് പറയുന്നതാണ്. 3πr² എന്ന് പറയുന്നത് അർദ്ധഗോളത്തിൻ്റെതാണ്. 80ന്റെ ആൻസർ വരുന്നത് തെക്ക് എന്നാണ്. 81 ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ് ഏതാണ്? ബി ആണ് ആൻസർ വരുന്നത്. ദ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് സ്മെൽസ് ഗുഡ്. നെക്സ്റ്റ്, 82 ഡേഷ് യൂറോപ്യൻസ് കോൺക്വേർഡ് മെനി പാർട്സ് ഓഫ് ദ വേൾഡ് ബിഫോർ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നതാണ്. ദ എന്നാണ് വരുന്നത്. എ ആണ് ഓപ്ഷൻ വരുന്നത്. ദ യൂറോപ്യൻസ് കോൺക്വേർഡ് മെനി പാർട്ട് ഓഫ് ദ വേൾഡ് ബിഫോർ ഫസ്റ്റ് വേൾഡ് വാർ. നെക്സ്റ്റ്, നൺ ഓഫ് ദ ബോയ്സ് ഹാവ് ഫിനിഷ് ദ ഹോം വർക്ക്. ആൻസർ വരുന്നത് എ ആണ് ഓപ്ഷൻ ഹാവ് ദേ. നെക്സ്റ്റ്, ഇഫ് ഇറ്റ് റെയിൻസ് ടുമാരോ വി ഡേഷ് അറ്റ് ഹോം എന്ന് പറയുമ്പോൾ ഏതാ വരുന്നത്? സി ആണ്. വിൽ സ്റ്റേ എന്നാണ്. ഇഫ് ഇറ്റ് റെയിൻസ് ടുമാരോ വി വിൽ സ്റ്റേ അറ്റ് ഹോം. നെക്സ്റ്റ്, അലക്സ് സെഡ് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ടാസ്ക്. ചൂസ് ദ കറക്റ്റ് കോൺവെർസേഷൻ ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാനാണ്. ഡി ആണ് ആൻസർ വരുന്നത്. അലക്സ് സെഡ് ദാറ്റ് ഹി ഹാഡ് ഫിനിഷ്ഡ് ഹിസ് ടാസ്ക്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഇസ് ദ ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു ഡിലിനിക്വിൻഡ് എന്ന് പറയുന്നത് ഏതാണ്? ബി ആണ് ആൻസർ വരുന്നത്. ക്രിമിനൽ എന്നാണ് വരുന്നത്. നെക്സ്റ്റ്, സെലക്ട് ദ ആൻറ്റോണിം ഓഫ് ദ ഡിറെലിക്റ്റ് എന്ന് പറയുന്നതിന് ആൻസർ ഏതാ വരുന്നത്? ആൻറ്റോണിം എന്ന് പറയുന്നത് അറ്റൻറ്റീവ് എന്നാണ്. സി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ടു ഡേഷ് ദെയർ അസൈൻമെൻറ്റ് ബിഫോർ സബ്മിറ്റിംഗ് ഇറ്റ്. എ ആണ്. ലുക്ക് ഓവർ ദെയർ അസൈൻമെൻറ്റ് ബിഫോർ സബ്മിറ്റിംഗ് ഇറ്റ്. നെക്സ്റ്റ്, എ ഹാൻഡ് റൈറ്റിംഗ് ദാറ്റ് കനോട്ട് ബി റീഡ് എന്ന് പറയുന്നത് ഇല്ലെജിബിൾ എന്നായിരുന്നത്. ഇല്ലെജിബിൾ. ബി ആണ് ഓപ്ഷൻ വരുന്നത്. നെക്സ്റ്റ്, ദ ഇഡിയം ഓൺ ക്ലൗഡ് നൈൻ മീൻസ്. ഓൺ ക്ലൗഡ് നൈൻ എന്ന് വെച്ചാൽ എന്താണ്? എക്സ്ട്രീംലി ഹാപ്പി ഓർ എലൈറ്റഡ് എന്നാണ്. ഡി ആണ് ഓപ്ഷൻ വരുന്നത്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ ഏതാണ്? പാഠവം, അതിർത്തി, പഠിതാവ് എന്ന് പറയുന്നതും അതുപോലെ ശൃംഖല, നിഷ്ഠ, യഥാർത്ഥം എന്ന് പറയുന്നതാണ് ശരിയായിട്ട് വരുന്നത്. 1, 3 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, മഹോന്നതം പിരിച്ചെഴുതിയാൽ ഏതാണ്? ഡി ആണ് ആൻസർ വരുന്നത്. മഹാ പ്ലസ് ഉന്നതം എന്നാണ്. നെക്സ്റ്റ്, ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടായിട്ടും അനന്തുവിനെ വിജയിക്കാനായില്ല. അടിവരയിട്ടിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. സ്വാധീനം എന്ന് പറയുന്നതിന്റെ വിപരീത പദം എന്താണ്? പരാധീനം എന്നാണ്. നെക്സ്റ്റ്, മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഏതാണ്? മേദിനി എന്ന് വെച്ചാൽ എന്താണ്? ഭൂമി എന്നാണ് അർത്ഥം വരുന്നത്. ഭൂമി എന്നാണ് മീനിങ് വരുന്നത്. നെക്സ്റ്റ്, വിലക്കി പ്ലസ് ഇല്ല ചേർത്തിയതിൽ എന്താണ്? വിലക്കിയില്ല എന്നാണ് വരുന്നത്. വിലക്കി പ്ലസ് ഇല്ല ചേർത്തിയതിൽ വിലക്കിയില്ല. നെക്സ്റ്റ്, തന്നിരിക്കുന്നതിന് ശരിയായ വാക്യം ഏതാണ്? സി ആണ് ഓപ്ഷൻ ശരിയാണ്. ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു. നെക്സ്റ്റ്, ശരിയായ സ്ത്രീലിംഗ ശബ്ദമുള്ളവ കണ്ടെത്തുക. രക്ഷകൻ, രക്ഷിക എന്ന് പറയുന്നതും കാന്തൻ എന്ന് പറയുന്നതാണ് ശരിയായ ആൻസർ. 1, 3 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, ഒറ്റപ്പദം കണ്ടെത്തുക. ഒറ്റപ്പദം ഏതാണ്? ഡി ആണ്. പ്രേക്ഷകൻ എന്ന് പറയുന്നതാണ് ശരി. 99 ടെറിട്ടോറിയൽ ഡോമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ പ്രാദേശികാധിപത്യം എന്നാണ് വരുന്നത്. സി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, ഉപകാരം ചെയ്തവരെ ദോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഉണ്ടച്ചോറ്റിൽ കല്ലിടരുത് എന്ന് പറയുന്നതാണ്.